ഇതൊരു മെഡിക്കൽ വീഡിയോ ഒന്നുമല്ല, ഒരു മെഡിക്കൽ നിർദ്ദേശമോ ഒന്നുമല്ല. നമ്മൾ ഈ വെൽനസ് വാസ്തു എന്നൊരു ശാഖ ഡെവലപ്പായി വരുന്നുണ്ട്. വാസ്തുവിൽ തന്നെ ചില മുത്തുകളെടുത്ത് നമ്മൾ വെൽനസ്സിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു പ്രത്യേക രീതിയിൽ നമ്മളതിനെ ക്രോഡീകരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഉറക്കം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, കാര്യം ഒട്ടും പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല എന്നുള്ളതുകൊണ്ട് ഈ ഉറക്കം ഓരോരുത്തർക്കും റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ജോലിയൊക്കെ ആശ്രയിച്ചിരിക്കുക, സമ്മർദ്ദം എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അവരെത്ര സ്ലീപ്പ് അവർക്ക് ആവശ്യമെന്നുള്ളത്. പക്ഷേ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഉറക്കക്കുറവുകൾ വാസ്തുപ്രകാരം ഉണ്ടാവാൻ സാധ്യതയുള്ള ചില എലിമെൻറ്റ്സ് ഞാൻ പറയാം. ഒന്ന്, നിങ്ങളുടെ തലവെച്ച് കിടക്കുന്നത് തെക്കോട്ടല്ലെങ്കിൽ ഈ ഉറക്കക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നതും എപ്പോഴും തെക്കോട്ട് തലവെച്ച് കിടക്കാൻ തന്നെ, എപ്പോഴും തെക്കോട്ട് കഴിയുന്നതെന്നല്ല, തെക്കോട്ട് തന്നെ തലവെച്ച് കിടക്കുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ബെഡ്റൂമിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കണ്ണാടി നിങ്ങൾ കിടക്കുന്ന നേരെ ദിശയിലൂടെ കണ്ണാടി വരാത്ത രീതിയിൽ ബെഡ്റൂമിൽ ഒരു കാരണവശാലും നമ്മൾ കിടക്കുന്നതിൻ്റെ നേരെ കണ്ണാടി വരാൻ പാടില്ല എന്നുള്ളത് ഈ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ഘടകമായി അതുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെ, ഒന്നുകൂടെ ആവർത്തിച്ച് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് പറയുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ പലതരത്തിലുള്ള നെഗറ്റിവിറ്റീസ് നമ്മുടെ ഉറക്കത്തിനെ പ്രത്യേകിച്ച് ചില വീടുകളിൽ ചില വാസ്തുദോഷങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇത്തരം നെഗറ്റിവിറ്റീസ് നമ്മുടെ ഉറക്കത്തിന് ശല്യം ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് കർപ്പൂരം കിടക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് കർപ്പൂരം ഒന്ന് കത്തിക്കുന്നത്, ബെഡ്റൂമിൽ കർപ്പൂരം കത്തിക്കുന്നത് ഒരു നല്ല റിച്വലാണ്. അതൊന്ന് ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള നെഗറ്റിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റായി മാറും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ബെഡിൻ്റെ പൊസിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരിക്കലും വിധിക്കായൊരു പ്ലോട്ടിലാണെങ്കിൽ ഞാനൊരു സ്ഥലത്ത് കണ്ട കാര്യമാണ്. കാര്യം പ്ലോട്ട് വിധിക്കായതുകൊണ്ട്, വീടും വിധിക്കായിരിക്കുന്നത് കൊണ്ട് ബെഡിനെ തെക്കോട്ടാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ ഡയഗണലാക്കിയിട്ടിരിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ തെക്ക് പടിഞ്ഞാറിലേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. തെക്ക് പടിഞ്ഞാറിലേക്ക് രീതിയിൽ അതിനെ ഇടുകയും നിങ്ങളുടെ ഉറക്കത്തിനെ അത് ബാധിക്കാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാവുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാം. ഇത്രയും പറഞ്ഞ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.